കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഗ്രേസ് TV സന്ദർശിക്കുകയും ഈ ചാനലിൽ കൂടെ കിട്ടുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ദൈവവചനം കേൾക്കുകയും ചെയ്യുന്നതിൽ വളരെ സന്തോഷം. ദൈവം നിങ്ങൾക്ക് എല്ലാ നന്മകളും തരട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നഷ്ടപ്പെട്ടു പോയ എല്ലാ അനുഗ്രഹങ്ങളും, ജോലിയായാലും ആരോഗ്യമാണെങ്കിലും എല്ലാ മേഖലകളിലും ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, നമ്മൾ നിന്നതല്ല. പാട്ടുകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നേടിയതല്ല ദൈവം എല്ലാം തന്നതാ, നിന്നതല്ല ദൈവം നമ്മളെ നിർത്തിയതാ. അതെ, നമ്മൾ ശ്വസിക്കുന്ന വായു പുറത്തേക്ക് വിട്ടിട്ട് അത് അകത്തേക്ക് വലിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം ഏകദേശം തീരുമാനമാവും. ഓരോ ദിവസവും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു: രാത്രി നമ്മൾ കിടന്നുറങ്ങി, പ്രതീക്ഷയോടെ കിടന്നുറങ്ങി. നാളെ നേരം വെളുക്കുമ്പോൾ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയാകണം, ഇങ്ങനെയാകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത കിടന്ന്. പക്ഷെ നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റില്ലെങ്കിലോ, കണ്ണു തുറന്നില്ലെങ്കിലോ, ശ്വാസം കിട്ടിയില്ലെങ്കിലോ അതൊരു വിലാപഭവനമായി മാറത്തില്ലേ? മുറ്റത്ത് പന്തലൊക്കെ കെട്ടി, ഒരു കൊടിയൊക്കെ കെട്ടി ഒരു വിലാപഭവനമായി മാറത്തില്ലേ? പക്ഷെ ദൈവം അതൊന്നും ചെയ്തില്ലല്ലോ. കർത്താവ് അങ്ങനെയൊന്നും നമ്മളെ ചെയ്തില്ലല്ലോ. നമ്മളെ ഉണർത്തിയില്ലേ? ഇന്ന് രാവിലെയും ദൈവം ഉണർത്തിയില്ലേ? ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, നിന്റെ കുഞ്ഞിനെ അനാഥപ്പെടുത്താതെ, നിന്നെ വിധവയാക്കാതെ ഇവിടെ വരെ നടത്തിയില്ലേ? കർത്താവിൻ്റെ സ്നേഹം അതാണ്. നെഹളിക്കാൻ നമുക്കൊന്നുമില്ല, പുകഴാൻ നമുക്കൊന്നുമില്ല. എന്തെങ്കിലും തിന്നുന്നെങ്കിൽ, കുടിക്കുന്നെങ്കിൽ, എന്തെങ്കിലും നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ, സ്വസ്ഥതയോടെ ജീവിക്കുന്നെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. തീർച്ചയായും ആ സ്നേഹവും ആ കരുതലും കരുണയും എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ബലഹീനത സാഹചര്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് തുണ നിൽക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയ 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയ്ക്ക് തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. പൗലോസിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമുക്ക് കിട്ടിയത്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. നമ്മുടെ ചിന്തയിൽ അതൊക്കെ കയറി വന്നു. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശൂലം, വേദപുസ്തക ഭാഷയിൽ ശൂലം, എന്താണ് ശൂലമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് വേദപുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തിക്കറിയാം, ഏതോ ഒരു രോഗം തന്നെ ഭരിക്കുന്നുണ്ട്. തൻ്റെ സ്കിന്നിലാകാം, തൻ്റെ കണ്ണിലാകാം, തൻ്റെ കാലുകൾക്കാകാം, ഇനിവേ എന്തുമാകട്ടെ, അത് ഞാനത് സ്ഥാപിക്കപ്പെടാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഒരു ശൂലം തന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. പൗലോസ് കൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാണ്, സ്വർഗം കണ്ടവനാണ് ജീവിച്ചിരിക്കുമ്പോൾ. ഇതേപോണക്ക് വെളിപ്പാടും ദർശനവും ഉള്ള ഒരു വ്യക്തി യേശു ക്രിസ്തു കഴിഞ്ഞ് ഉലകത്തിൽ ഒരുത്തിനും ഉണ്ടായിട്ടില്ല. പൗലോസിന്റെ അത്രയും വെളിപ്പാടും ദർശനവും ഞാൻ വേദപുസ്തകം പഠിച്ചിട്ട് പത്രോസിനും ഇല്ല, യോഹന്നാനും ഇല്ല, മറ്റു ശിഷ്യന്മാർക്കും കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് ഗാംഭീര്യമേറിയ ശുശ്രൂഷ, പറവായ ശുശ്രൂഷ, ഉറപ്പും ധൈര്യവുമുള്ള വെളിപ്പാടുള്ള ശുശ്രൂഷ. ആ ശുശ്രൂഷ വഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജനത്തിന്, ദേശങ്ങൾ പലതിനും, രാജ്യങ്ങൾക്ക് പലതിനും ഒരു ബ്ലെസ്സിങ്, അനുഗ്രഹം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അഭിഷിക്തനാണ് പൗലോസ്. പൗലോസിന്റെ ദർശനത്തിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, അവന്റെ ദർശനത്തിന്റെ ആധിക്യത്താൽ അവൻ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ഒരു ശൂലം നൽകിയിരിക്കുന്നു. ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച്
ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറായി വരുന്ന സാധനമാണ് നിഗളം. ആരെങ്കിലും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും രോഗി സൗഖ്യമാണെങ്കിൽ പിന്നെ അവൻ രോഗശാന്തി ശുശ്രൂഷകനായിട്ട് അങ്ങ് മാറുക. ദൈവം ആരോടെങ്കിലും ഒരു സംസാരം ദൂതായി പറഞ്ഞിട്ട് പിന്നെ അവനങ്ങ് പ്രവാചകനായിട്ട് അങ്ങ് മാറുക. പിന്നെ അവൻ്റെ പോക്കും വരവും ഒക്കെ കണ്ട എൻ്റെ ദൈവമേ, ദൈവത്തിന് പോലും ഇത്രയും ഹെഡ് വെയിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു. ജാടയും പിന്നെ സംസാരവും ഒക്കെ, പിന്നെ അന്യഭാഷകളുടെ വേറൊരു തലം, പ്രസംഗം വേറൊരു തലം, പിന്നെ ചെറിയ ചെറിയ കൂട്ടങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വിളിച്ച പ്രാർത്ഥിക്കത്തില്ല, പ്രസംഗിക്കാൻ വരത്തില്ല. അവർ വലിയ 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 കാര്യങ്ങളിലേക്ക് പോകും. ഞാൻ ഭയങ്കര ഇന്റർനാഷണൽ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. കള്ളം പറയുന്ന ഈ പ്രവചനമെന്ന് പറയുന്നത് എന്താണ്? പ്രവചനം ദൈവസഭയ്ക്ക് നൽകിയിട്ടുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. അത് ജനത്തിന്റെ മടങ്ങിവരവിന് വേണ്ടി, അനുതാപത്തിനു വേണ്ടി, നിത്യതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിനു വേണ്ടി തെറ്റിപ്പോകുന്ന ജനത്തെ, ദൈവത്തെ വിട്ട് അക്ഷരപ്രതിഷ്ഠകളെയും ബാൽ ദൈവങ്ങളെയും ഒക്കെ ആരാധിക്കുകയും ഒക്കെ ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവര് പറയുന്ന പ്രവചനം വീട്ടിൽ കിടക്കുന്ന ഫർണിച്ചറിന്റെ കണക്കോ, അവര് പറയുന്ന പ്രവചനം മക്കൾക്ക് അമേരിക്കയിൽ പോകാൻ വിസ കിട്ടുന്ന കാര്യത്തെക്കുറിച്ചോ, അവര് പറയുന്ന പ്രവചനം പണം കിട്ടുമെന്നുള്ള വിഷയത്തെക്കുറിച്ചും കടം മാറുന്ന വിഷയത്തെക്കുറിച്ചും ഒന്നും അല്ല അവരുടെ പ്രവചനം. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരുടെ പ്രവചനം നിങ്ങൾ നോക്കണം. അത് ഷാർപ്പായിരിക്കും, കത്രികയും പച്ചിലയും പോലും മുറിയുന്നതായിരിക്കും. അത് കേട്ടിട്ട് ചിരിച്ചോണ്ട് നിൽക്കുകയല്ല, അനുദപിക്കും, കരയും, നിലമ്പാട് വീണ് നിലവിളിച്ച് അനുദപിക്കും, പാപങ്ങൾ ഏറ്റുപറയും, മാനസാന്തരപ്പെടും, അവൻ ദൈവസന്നിധിയിൽ അടുത്തു വരും. ഇന്നത്തെ പ്രവചനം കേൾക്കുന്നവരും ചിരിക്കും, കേട്ടുകൊണ്ടിരിക്കുന്നവരും ചിരിക്കും, പറയുന്നവനും ചിരിക്കും. ഒരു ബന്ധവുമില്ല, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രവചനം പറയുന്നതിനകത്ത് ദൈവവചനമില്ല, കർത്താവുമായിട്ട് ബന്ധമില്ല. ഭൗതിക നന്മ, വീടിന്റെ വഴി, മരത്തിന്റെ എണ്ണം, ഞാർ എത്ര ഉണ്ട്, വഴി എത്രയുണ്ട്, എത്ര കോൺക്രീറ്റ് ഉണ്ട്, എത്ര കിച്ചൺ ഉണ്ട്, വീടിനകത്ത് എത്ര അലമാര ഇരിപ്പുണ്ട്, എത്ര ബെഡ്റൂമിൽ കട്ടിലുണ്ട്, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രവചനം. എൻ്റെ പ്രിയരെ, ദൈവാത്മാവി ഞാൻ പറയാം, നാം ഈ കാലഘട്ടങ്ങളിൽ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. ദൈവത്തിന് വ്യവസ്ഥയല്ലാത്ത ഒരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യരുത്, ചെവി കൊടുക്കാനായിട്ട് പോകരുത്. എൻ്റെ വിഷയം അതല്ല എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞതാണ്. സമയത്തിന്റെ പരിധിയിൽ ഞാൻ അവിടുന്ന് പിന്മാറുകയാണ്. പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് വെളിപ്പാടുള്ളവനാ, ദർശനമുള്ളവനാ. പക്ഷെ എവിടെ വായിക്കും? ദർശനത്തിന്റെ ആധിക്യത്താൽ അവൻ നിഗളിച്ചു പോകാതെ ഇരിക്കാൻ 2 കൊരിന്തി 12:7 അവിടെ എഴുതിയിട്ടുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതെ ഇരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മൾ ചോദിക്കാറില്ല, ഇത്രയും ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇത്രയും ഉപവസിക്കുന്നു, ഇത്രയും ആരാധിക്കുന്നു, ഇത്രയും കർത്താവിനോട് നിൽക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ വിഷയങ്ങൾ മാറുന്നില്ല, രോഗം മാറുന്നില്ല, എൻ്റെ സ്കിന്നിന്റെ പ്രശ്നം മാറുന്നില്ല, എൻ്റെ ഹാർട്ടിന്റെ പ്രശ്നം, എൻ്റെ ഷുഗർ മാറുന്നില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? കർത്താവെ, ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി നിൽക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ രോഗിയാണല്ലോ ചോദിക്കാറില്ലേ? ദൈവത്തോട് പിറുപിറുക്കാറില്ലേ? പ്രിയരെ, ഞാൻ ആത്മാവി പറയാം, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നതിന്റെ തെളിവാത്. കാരണം നിനക്കൊരു ബലഹീനത ഇട്ട് തന്നേക്കുന്ന എന്തിനറിയാവോ? നീ നെകളിക്കരുത്. നെകളിച്ചുള്ള കുഴപ്പം എന്താ അറിയാമോ? പണ്ട് ലൂസിഫറിന് പറ്റിയത് നിനക്ക് വരും. പൗലോസേ, നീ നെകളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെട്ടു. കാരണം ലൂസിഫർ നെകളിച്ചപ്പോഴാണ് എന്ത് ചെയ്ത്? വെട്ടേറ്റത്. പിന്നെ അവൻ നരകത്തിലാ വീണേ. ആ ദൂതനെ വെട്ടിയ ദൈവം പൗലോസിന് വേറൊരു നിയമം വെച്ചിട്ടില്ല. അങ്ങനാണെങ്കിൽ ദൂതനൊരു നിയമം, പൗലോസിനൊരു നിയമം, എനിക്കൊരു നിയമം, 3 നിയമമില്ല. ദൈവം ഒറ്റ നിയമത്തിൽ നിൽക്കുന്നവനാ, ഒറ്റ തീരുമാനം, ഒറ്റ വാക്ക്. അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവി പറയാം, രക്ഷിക്കപ്പെട്ട പ്രാർത്ഥിച്ച കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്ന നിന്റെ ജീവിതത്തിൽ വിട്ടുമാറാത്ത രോഗങ്ങളും, ചിലപ്പോൾ കടഭാരമാകാം, ചിലപ്പോൾ വേദനയാകാം, മറ്റെന്തെങ്കിലും ആകാം. നീ കർത്താവിന്റെ കൃപയിൽ നിന്നിട്ടും അത് പിന്മാറി, അത് മാറി നിന്നെ അതിനകത്തുനിന്ന് റിലീസാകാൻ പറ്റാതെ വരുന്നെങ്കിൽ അത് പോരാട്ടമോ ബന്ധനമോ പിശാചിന്റെ പദ്ധതിയൊന്നും അല്ല പ്രിയരെ. നീ വീണു പോകാതെ ഇരിക്കാൻ, നശിച്ചു പോകാതെ ഇരിക്കാൻ, നിത്യതയിൽ നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവമായിട്ട് നിനക്ക് തന്നിരിക്കുന്ന ഒരു ശൂലമാണെന്നുള്ള കാര്യം ഓർത്ത്
ദൈവസന്നിധി താണ്. ദൈവം എത്രത്തോളം ഉയർത്തിയാലും, എത്രത്തോളം നിങ്ങളെ മാനിച്ചാലും, എത്രത്തോളം നിങ്ങളെ അനുഗ്രഹിച്ചാലും, സമ്പത്ത് വർദ്ധിച്ചാലും, പണം വർദ്ധിച്ചാലും, ബാങ്ക് ബാലൻസ് വർദ്ധിച്ചാലും, മക്കൾ അയച്ചു തരുന്നതും ജോലിയിൽ കിട്ടുന്നതും ഒക്കെ നിങ്ങളുടെ കയ്യിൽ അധികമായാലും നിഗളിച്ചു പോകാതിരിക്കാൻ, ശുശ്രൂഷയിൽ എത്ര നിങ്ങൾ വളർന്നാലും, ചിലപ്പോൾ രോഗശാന്തിയോ ഭൂതശാന്തിയോ പ്രവചനപരങ്ങളൊക്കെ ദൈവം നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ നിഗളിച്ചു പോകാതിരിക്കാൻ. കാരണം നെഗളിയോട് ദൈവം വെറുക്കുന്നു, ദൂരത്ത് നിൽക്കുന്നു. ദൈവം നെഗളിയെ ആമേൻ ശിക്ഷിക്കുന്നു. അതുകൊണ്ട് ആത്മാവി പറയാം, ബലഹീനതയിൽ നിങ്ങൾ ക്ഷീണിക്കരുത്. ചില ബലഹീനത നല്ലതാണ്. ചില ബലഹീനതകൾ, ചില രോഗങ്ങൾ, ചില കഷ്ടതകൾ നല്ലതിനാണ്. ചില തകർച്ചകൾ നല്ലതിനാണ്. ചില ശൂന്യതകൾ നല്ലതിനാണ്. എന്തിന്? നിന്നെ നിത്യതയിൽ കൊണ്ടുപോകാൻ, നിന്നെ രാജ്യത്ത് എത്തിക്കാൻ. യേശു ഇരിക്കുന്നിടത്ത് നിങ്ങളെയും യേശുവിന്റെ വലതുവശത്ത് ഇരുത്തേണ്ടതിന് പൗലോസിനോട് പറഞ്ഞതുപോലെ നിഗളിച്ച് നീ ലൂസിഫറിന് കിട്ടിയ വെട്ടുപോലെ നിന്റെ മേലും വീഴാതിരിക്കാൻ താണിരുന്ന് പ്രാർത്ഥിക്കാനും കരയാനും ഉപവസിക്കാനും, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഇവിടെ വരെ വരുവാൻ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് താഴ്ത്തി ഏൽപ്പിക്കാൻ ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ഈ ശോധന സാത്താനല്ല, മന്ത്രമല്ല, കൂടോത്രമല്ല, ശകുനവാദമല്ല, പോരാട്ടമല്ല, അയലോക്കക്കാരനല്ല, ചാർച്ചക്കാരനല്ല, കർത്താവ് തന്നെ അത് വെച്ചിരിക്കുക. അതുകൊണ്ട് പൗലോസിനൊരു കാര്യം പറഞ്ഞു, അത് മാറ്റിത്തരാൻ പറ്റും, എനിക്കിത് നീക്കാൻ പറ്റും, പക്ഷെ എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതേ പ്രിയരെ, നമ്മുടെ ഈ സാഹചര്യത്തിൽ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കാം. രോഗം അവിടെ ഇരിക്കട്ടെ, ആ ക്യാൻസർ അവിടെ ഇരിക്കട്ടെ, ആ ബ്രെയിൻ ട്യൂമർ അവിടെ ഇരിക്കട്ടെ, ആ ഷുഗർ അവിടെ ഇരിക്കട്ടെ, ആ കടഭാരം അവിടെ ഇരിക്കട്ടെന്നേ. പക്ഷെ ദൈവത്തോട് പറയണം, ഇത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ, ഇത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഇന്ന് രാവിലെ എത്ര പ്രാർത്ഥിക്കും, കർത്താവേ ഇതൊക്കെ സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങറിയാതെ ഒന്നും വരുന്നില്ല, സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ദൈവമേ, ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നെഗളിച്ചു പോകാതിരിക്കാൻ ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരിക്കുക. ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷനുകളിൽ, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ, ശുശ്രൂഷയിൽ, ജോലിയിൽ ഞങ്ങൾ അഹങ്കാരികളായി മാറാതിരിക്കാൻ, അങ്ങയുടെ സന്നിധിയിൽ മുട്ടിപ്പായിരുന്ന് കരയാൻ ചിലത് ഞങ്ങളുടെ ജീവിതത്തിൽ ശൂലമാക്കി വെച്ചിരിക്കുക. പക്ഷെ അത് അങ്ങ് ഞങ്ങൾക്ക് തന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സന്നിധിയിൽ താണിരിക്കാൻ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴി താണിരിക്കട്ടെ എന്ന് പത്രോസ് പറഞ്ഞതുപോലെ, അപ്പാ അങ്ങയുടെ കൈ താണിരിക്കാൻ ഞങ്ങളെ ഒരുക്കണേ. ഞങ്ങൾ ബലഹീനരായി തീരുമ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കാൻ കൃപ നൽകണമേ. ചിലത് ദൈവം വെച്ചിരിക്കുകയാണല്ലോ, കർത്താവ് അത് സഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് കമന്റ് ചെയ്യുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.